ഒമാനിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഏകദേശം 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആഴക്കടൽ പൈപ്പ് ലൈൻ പദ്ധതി വീണ്ടും സജീവ ചർച്ചയിൽ. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് ഒമാനിനും ഗുജറാത്തിനുമിടയിൽ അറബിക്കടലിനടിയിലൂടെ പ്രകൃതിവാതക പൈപ്പ് ലൈൻ സ്ഥാപിക്കാനുള്ള പദ്ധതി വീണ്ടും സജീവ ചർച്ചാ വിഷയമാവുകയാണ്. ഏകദേശം 2000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ആഴക്കടൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായാൽ ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയിൽ വൻ മാറ്റമുണ്ടാകുമെന്നത് തീർച്ചയാണ്. ഏകദേശം 40,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതിയിലൂടെ ഒമാനിൽ നിന്നുള്ള പ്രകൃതിവാതകം നേരിട്ട് ഗുജറാത്തിലെത്തിക്കാനാകും. നിലവിൽ ഇന്ത്യയുടെ എണ്ണവാതക ഇറക്കുമതിയുടെ വലിയൊരു പങ്കും ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളും സുരക്ഷാ ആശങ്കകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇതുവഴിയുള്ള എണ്ണവാതക ഗതാഗതം വലിയ പ്രതിസന്ധിയിലാണ്. അതിനാൽ തന്നെ ആ മാർഗത്തെ ഒഴിവാക്കി ബദൽ മാർഗങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള തീവ്ര ശ്രമങ്ങളിലാണ് ഇന്ത്യ. അവിടെയാണ് ഒമാൻ ഗുജറാത്ത് പൈപ്പ് ലൈൻ പദ്ധതി വീണ്ടും ശ്രദ്ധ നേടുന്നത്. ഇന്ത്യ ഇപ്പോഴും ഊർജാവശ്യങ്ങളുടെ വലിയൊരു പങ്കും ഇറക്കുമതിയിലൂടെ നിറവേറ്റുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് പ്രകൃതിവാതകത്തിനായി LNG ഇറക്കുമതിയെയാണ് രാജ്യം ആശ്രയിക്കുന്നത്. വാതകം ദ്രവരൂപത്തിലാക്കി കപ്പലുകളിൽ എത്തിച്ച് വീണ്ടും വാതക രൂപത്തിലാക്കുന്ന പ്രക്രിയ ചെലവേറിയതും സമയമെടുക്കുന്നതുമാണ്. ഇതിനു പകരമായി പൈപ്പ് ലൈൻ വഴി വാതകം നേരിട്ടെത്തിക്കാനായാൽ വിതരണം കൂടുതൽ സ്ഥിരതയുള്ളതാകുമെന്നും അന്താരാഷ്ട്ര സംഘർഷങ്ങളുടെ ആഘാതം അതുവഴി കുറയ്ക്കാനാകുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മിഡിൽ ഈസ്റ്റ് ഇന്ത്യ ഡീപ് വാട്ടർ പൈപ്പ് ലൈൻ എന്ന പേരിലാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. അറബിക്കടലിന്റെ അടിത്തട്ടിലൂടെ കടന്നുപോകുന്ന പൈപ്പ് ലൈൻ ചില ഭാഗങ്ങളിൽ സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്ററിലധികം ആഴത്തിലായിരിക്കും. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ 3000 മീറ്ററിലധികം ആഴത്തിൽ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സബ്സീ പൈപ്പ് ലൈൻ പദ്ധതികളിലൊന്നായി അത് മാറും. പദ്ധതി നടപ്പായാൽ ദീർഘകാല വാതക വിതരണ കരാറുകൾ ഇന്ത്യക്കും ഒമാനും ഇടയിൽ സാധ്യമാകും. ഇന്ത്യക്ക് സ്ഥിരമായ വാതക ലഭ്യത ഉറപ്പാകുമ്പോൾ ഒമാന് ദീർഘകാല കയറ്റുമതി വിപണിയും ഈ പദ്ധതിയിലൂടെ തുറക്കപ്പെടും. ഒമാനും ഇന്ത്യയും തമ്മിൽ നേരിട്ടുള്ള വാതക ബന്ധം സ്ഥാപിക്കണമെന്ന ആശയം പുതിയതല്ല. 30 വർഷത്തിലേറെയായി വിവിധ ഘട്ടങ്ങളിൽ പഠനവും ചർച്ചകളും ഈ പദ്ധതിയെ ചൊല്ലി നടന്നിട്ടുണ്ട്. എന്നാൽ ഉയർന്ന ചെലവ്, സാങ്കേതിക വെല്ലുവിളികൾ, സാമ്പത്തിക പ്രായോഗികത എന്നിവ സംബന്ധിച്ച സംശയങ്ങൾ കാരണമാണ് ഈ പദ്ധതി മുന്നോട്ടു പോകാത്തത്. നിലവിൽ ഊർജ്ജ സുരക്ഷ ദേശീയ മുൻഗണനയായതും കടലിനടിയിലെ എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യ വളർന്നതും ഈ പൈപ്പ് ലൈൻ പദ്ധതിക്ക് പുതുജീവൻ പകർന്നിരിക്കുകയാണ്. പദ്ധതിയുടെ സാധ്യതകൾ പരിശോധിക്കാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഗെയിൽ, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഇന്ത്യൻ ഓയിൽ എന്നിവയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എഞ്ചിനീയറിംഗ് ആണ്. 3000 മീറ്ററിലധികം ആഴത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് അതീവ സങ്കീർണമായ ജോലിയാണ്. ചോർച്ചയോ സാങ്കേതിക തകരാറോ ഉണ്ടായാൽ അറ്റകുറ്റപ്പണി നടത്തുന്നതും ചെലവേറിയതായിരിക്കും. മറ്റൊരു വെല്ലുവിളി സാമ്പത്തിക വശമാണ്. നിലവിൽ 40,000 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ ചെലവ് നിർമ്മാണ ഘട്ടത്തിൽ വർദ്ധിക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ദീർഘകാല വാതക വില, ആവശ്യകത, നിക്ഷേപകരുടെ താല്പര്യം എന്നിവയും പദ്ധതിയുടെ ഭാവി നിർണ്ണയിക്കും. ഇതൊരു സാധാരണ പൈപ്പ് ലൈൻ പദ്ധതിയല്ല എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്താനും പശ്ചിമേഷ്യയുമായുള്ള സാമ്പത്തിക ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുമുള്ള തന്ത്രപരമായ നീക്കമായാണ് ഈ പദ്ധതിയെ വിദഗ്ധർ നോക്കിക്കാണുന്നത്. ആഗോള ഊർജ്ജ രംഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഭാവിയിൽ ഹൈഡ്രജൻ പോലുള്ള പുതു ഇന്ധനങ്ങളുടെ ഗതാഗതത്തിനും ഈ അടിസ്ഥാന സൗകര്യം ഉപയോഗപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയുമുണ്ട്. 3 പതിറ്റാണ്ടായി ചർച്ചകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന പദ്ധതി വീണ്ടും സജീവമാകുമ്പോൾ പ്രതീക്ഷകളും ഉയരുകയാണ്. ഇന്ത്യയുടെ ഊർജ്ജഭാവി മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒമാൻ ഗുജറാത്ത് ആഴക്കടൽ പൈപ്പ് ലൈൻ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സർക്കാർ മുന്നിട്ടിറങ്ങുമെന്ന് തന്നെയാണ് നിലവിലെ ചർച്ചകളും പുതുനീക്കങ്ങളും സൂചിപ്പിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.